ഹായ്, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ. പൂരി ചന മസാലയാണ്. അതിന് ഞങ്ങളിവിടെ 4 പേരാണ്. അപ്പം 4 തവി മാവ് എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി. പിന്നെ അതേ തവിയിൽ ഒരു തവി റവ എടുത്ത് ശകലം ഉപ്പുകൂടി ഇട്ടിട്ട് ശകലം വെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ല കട്ടിക്ക് കുഴച്ചെടുത്തിട്ട് മുകളിൽ ശകലം എണ്ണ തേച്ച് കൊടുക്കുക. ആ മാവിൻ്റെ പുറത്ത്, എന്നിട്ട് അടച്ചു വെക്കുക. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത കടല നല്ലപോലെ കഴുകി, ഇത് വെള്ളക്കടലയാണ്, നല്ലപോലെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊരു 5-6 വിസിൽ ആവുമ്പോഴത്തേക്കും വേവിച്ച് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എല്ലാം അരച്ചാണ് എടുക്കുന്നത്, സവാളയൊക്കെ. അപ്പം ഇത് ഒരു 3 സവാള, ഒരു പച്ചമുളക്, ശകലം ഇഞ്ചിയും വെളുത്തുള്ളി, ഇത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. ശകലം എണ്ണ ഒഴിച്ച് 5-6 കുരുമുളക്, 2 പട്ട, പിന്നെ ഗ്രാമ്പു 2 എണ്ണം, പിന്നെയും അരച്ച് വെച്ച പേസ്റ്റ് കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി അതിൻ്റെ ആ കളറൊക്കെ മാറി വരുമ്പം 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടിയും ശകലം ഗരം മസാലപ്പൊടിയും, പിന്നെ വെജ് മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കുക. എന്നിട്ട് ഒരു തക്കാളി അരച്ച പേസ്റ്റ് കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കടല വേവിച്ചതുകൂടെ ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതുകൂടെ ചേർത്ത് ആ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കാം. നല്ല വറ്റി വരുമ്പം മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുക. എന്നിട്ട് പൂരി ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പൂരിയും വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ചെന്ന മസാലയും പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് പറയണം. ബൈ.